അനന്തകൃഷ്ണൻ കൂടി ചേരുന്നു. അനന്തൻ, കണ്ണനും അക്ഷയും ഒക്കെ ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ തേടി അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ വിലാപയാത്ര നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഉള്ളൂരിലേക്ക് എത്തുകയാണ്. അനന്തൻ, ഹൈവേയിലേക്ക് എത്താൻ തന്നെ ഇനിയും സമയമെടുക്കും. ഒരു നിലവിലെ ഈ യാത്ര പ്രകാരമാണെങ്കിൽ തന്നെ ഒരു 7 മണിയെങ്കിലും ഹൈവേയിലേക്ക് എത്തിച്ചേരാൻ അല്ലേ? ദിവിഷ്, അമൃത് ഭുജിച്ചാൽ അമരത്വമെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. അത് പക്ഷേ അസാധ്യവുമാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് കാഴ്ച പ്രത്യയശാസ്ത്ര ശുദ്ധി കൊണ്ട് ഒരു മനുഷ്യൻ അമരനാവുന്നത് എങ്ങനെയെന്നതാണ്. അത്രത്തോളം VS ജനഹൃദയങ്ങളിലുണ്ട്. ആ ജനങ്ങളുടെ VSനോടുള്ള ബഹുമാനവും സ്നേഹവും VSൻ്റെ വേർപാടിലുള്ള വേദനയും കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്: ഈ മനുഷ്യൻ മരിക്കുകയല്ല, അമരനാവുകയാണ് ചെയ്യുന്നത്. ജനഹൃദയങ്ങളിൽ തലമുറകളോളം നിലനിൽക്കുന്ന കേരളത്തിലെ ഒരു വലിയ നേതാവായി VS ഉണ്ട്, അവരുടെ ഹൃദയങ്ങളിലുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് നമുക്ക് ഈ വഴിയോരങ്ങളിലെല്ലാം കാണുന്ന കാഴ്ചകൾ. കാരണം ഞാൻ ശ്രീകാര്യം കടന്ന് ഇപ്പോൾ കാര്യവട്ടം കേരള സർവകലാശാലയുടെ ക്യാമ്പസിന് മുന്നിലാണ്. ഇവിടെയും വലിയ ജനസഞ്ചയമാണ് VSനെ കാത്ത് ഇരിക്കുന്നത്. VSൻ്റെ വിലാപയാത്ര ഇപ്പോൾ ഉള്ളൂർ എത്തിയിട്ടേ ഉള്ളൂ. ഉള്ളൂരിൽ നിന്ന് ഇനി ശ്രീകാര്യവും ചവടിമുക്കവും ഒക്കെ കടന്നു വേണം കാര്യവട്ട ക്യാമ്പസിൻ്റെ മുന്നിലേക്ക് എത്തിച്ചേരാൻ. ഈ ക്യാമ്പസും കടന്നു വേണം ഇനി ബൈപ്പാസിലേക്ക് എത്തിച്ചേരാൻ. ഇനി കഴക്കൂട്ടവും വെട്ടറോഡുമൊക്കെ കടന്നു വേണം ആലപ്പുഴയിലേക്കുള്ള പ്രയാണം തുടരാൻ. പക്ഷേ ഇങ്ങനെയാണ് VSന് തിരുവനന്തപുരം നൽകുന്ന യാത്രയയപ്പെങ്കിൽ ആ യാത്ര വൈകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആലപ്പുഴയിലേക്ക് എത്തിച്ചേരുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും. അത് രാത്രിയോളം എത്തും. രാത്രിയും കഴിഞ്ഞ് ഒരു പക്ഷേ പുലർച്ചെയായാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അത്രത്തോളം VS ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഒരു കുഞ്ഞ് റോസാപുഷ്പവുമായി VSനെ കാത്ത് ഇരിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങളൊക്കെ VSനെ ഓർക്കുന്നത്? VSനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ VS ഒരു സൂര്യ തേജസ്സാണ്. പുന്നപ്പന വയലാറിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെ ആകെ ഇന്ത്യയിലെ ആകെ മാർഗദർശിയായ ഒരു വിപ്ലവ നേതാവാണ്. VS മഹാനായ EMSൻ്റെ തൊഴിലാളി വർഗത്തിൻ്റെ ദത്തുപുത്രനാണ് വിളിക്കപ്പെട്ടത്. പക്ഷെ VS എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗത്തിൻ്റെ യഥാർത്ഥ പുത്രനാണ്. ഈ രാജ്യത്തെ പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടി, തൊഴിലാളി വർഗത്തിന് വേണ്ടി മുന്നണി പോരാളിയായി നിന്ന് ഈ അന്ത്യനിമിഷം വരെ നയിച്ച ഒരു മഹാനായ വ്യക്തിത്വമാണ്. ഇന്ന് ഈ കാണുന്ന കേരളം രൂപപ്പെടുത്തിയെടുത്തതിൽ പ്രധാന പങ്ക് വഹിച്ച പ്രസ്ഥാനത്തിൻ്റെ അതുല്യ പ്രതിഭയാണ് സഖാവ് VS. ഇപ്പോഴെങ്കിലും VSുമായി കാണേണ്ടി സന്തോഷക്കാരനാണ്. ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ്. VSൻ്റെ എല്ലാ പരിപാടികളിലും ഞങ്ങൾ പോകാറുണ്ട്, കേൾക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ ജനഹൃദയങ്ങളെ ആകർഷിക്കുന്നതാണ്. അതാണ് ഈ കാണുന്ന ജനഭാവില്യത്തിൻ്റെ തെളിവ്. എങ്ങനെയാണ് നിങ്ങളൊക്കെ, പ്രത്യേകിച്ച് സ്ത്രീകൾ, VSനെ കാണുന്നത്? സ്ത്രീയെന്നോ പുരുഷനാണ് പ്രത്യേകിച്ചില്ല, കരുത്തനായ ഒരു സഹാവ്. അതിനപ്പുറം അദ്ദേഹത്തെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. പക്ഷേ അദ്ദേഹത്തിന് രക്തത്തിന് പകരം കമ്മ്യൂണിസം എന്നൊരു വാക്കാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനൊരു ഒരു സഹാവ് ഇനി ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നില്ല. ഇത്രയും വർഷം അദ്ദേഹം എനിക്കൊന്ന് വിവാഹം പോലും വളരെ താമസിച്ച്, അതിനകത്ത് പറയുന്ന ചരിത്രം നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ അതങ്ങനെ താമസിക്കാനുള്ള കാരണം പോലും പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചതാണ്. പിന്നീടുള്ള കാലം മുഴുവൻ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ജീവിച്ചു. ഈ ഇന്നലെ മരണപ്പെട്ട ആ നിമിഷത്തിന് തൊട്ട് മുൻപ് വരെയുള്ള ദിവസം വരെയും അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ജീവിച്ചു. തൊട്ട് മുൻപായിട്ട് അദ്ദേഹത്തിൻ്റെ വിവാഹ വാർഷികം ആഘോഷിക്കാനുള്ളൊരു അവസരവും കൂടെ അദ്ദേഹത്തിന് ഒത്തുകിട്ടി. അത് നമ്മളൊരു സന്തോഷമായിട്ട് കാണുന്നു. ഇതിൽ കൂടുതൽ എന്താണ്? എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് ആചാര്യനാണ് അദ്ദേഹം. എന്നും നമ്മുടെ മനസ്സിൽ അദ്ദേഹം ഉണ്ടാവും. പഴയ കാര്യങ്ങളായിരുന്നാലും ഇനിയുള്ള തലമുറയ്ക്ക് ഓർക്കാൻ പറ്റിയൊരു വലിയ മനുഷ്യനാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ. ഇന്ന് നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്. ഒരു കുഞ്ഞ് കുട്ടി VS അപ്പൂപ്പന് കൊടുക്കാനാണോ? കണ്ണേ കരളെ VS എന്നുള്ള ആ മുദ്രാവാക്യം ഒരു തലമുറ കൂടി ഏറ്റെടുക്കുകയാണ്. ആ കുഞ്ഞിന് അറിയില്ലായിരിക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. പക്ഷേ ആ രണ്ടക്ഷരം അവൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ട്. ഒരിക്കലും അവൻ ഓർക്കും
അവൻ്റെ മുതിർന്ന രക്ഷകർത്താവിൻ്റെ കൈയും പിടിച്ച് കാര്യവട്ടം ക്യാമ്പസിൻ്റെ മുന്നിൽ ഒരു റോസാദളവും പിടിച്ച് VS അച്യുതാനന്ദൻ്റെ വിലാപയാത്ര, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കണ്ടോർമ്മ അന്ന് കാണില്ല, പക്ഷേ അതിന് പോയിരുന്നു എന്ന് അവൻ അടുത്ത തലമുറയോട് പറഞ്ഞു കൊടുക്കുന്ന അത്രയും സ്വാധീനം ആ കുട്ടിയിൽ കൂടി ആ ദ്വയാക്ഷരി ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾ